നമ്മുടെ അകക്കണ്ണ് അഥവാ മൂന്നാം കണ്ണ് ഒരു മാന്ത്രിക പ്രൊജക്ടറാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ പ്രൊജക്ടറിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ ജീവിതമെന്ന സിനിമയായി മാറുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആഗ്രഹങ്ങളെ എങ്ങനെ വ്യക്തമായ ദൃശ്യങ്ങളാക്കാം എന്നാണ്. ഓഷോ പറയുന്നു, ഭാവന എന്നത് വെറും സ്വപ്നമല്ല, അത് വരാനിരിക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ ആമുഖമാണെന്ന്. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ പീനിയൽ ഗ്ലാൻഡ് ദൃശ്യങ്ങളോട് പ്രതികരിക്കുന്ന ഒന്നാണ്. നമ്മൾ കണ്ണുകളടച്ച് ഒരു കാര്യം ആവർത്തിച്ച് കാണുമ്പോൾ നമ്മുടെ ശരീരം അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുകയാണ്. ആ ദൃശ്യമാണ് നമ്മുടെ പുറത്തെ ലോകത്തെ നിർമ്മിക്കുന്നത്. കാടുപിടിച്ച പറമ്പിൽ നിന്ന് തൻ്റെ സ്വപ്ന ഭവനം അളന്ന മുല്ല നസറുദ്ദീനെ ഓർക്കാം നമുക്ക്. കല്ലും മണ്ണും വരുന്നതിനു മുൻപേ ആ വീടിൻ്റെ ഉദ്യാനവും അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നതും മുല്ല തൻ്റെ അകക്കണ്ണിൽ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു. കാണാത്തതിനെ കാണുന്ന ആ ജ്ഞാനമാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ താക്കോൽ എന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾ വെറും ചിന്തകളായി വിടരുത്. ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കി ആ ദൃശ്യങ്ങളെ എന്നും നമ്മുടെ കണ്ണിന് മുന്നിൽ പ്രതിഷ്ഠിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് 5 മിനിറ്റ് നമ്മുടെ ഭാവി ജീവിതം ഒരു സിനിമ പോലെ കാണുക. 5 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് ആ വിജയം അനുഭവിക്കുക. അവിടെ പണി പൂർത്തിയായെങ്കിൽ പുറത്തെ ലോകത്ത് അത് സംഭവിക്കുമെന്ന് ഉറപ്പാണ്. പ്രിയമുള്ളവരെ, നമസ്കാരം. നിങ്ങളിലെ ആ അനന്തമായ ചൈതന്യത്തെ, ആ ദിവ്യബോധത്തെ ഞാൻ വന്ദിക്കുന്നു. ലോ ഓഫ് അട്രാക്ഷൻ്റെ 4ാമത്തെ ഈ മഹാഘട്ടത്തിലേക്ക് നിങ്ങളെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ 3 ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ മനസ്സൊരു കാന്തമാണെന്നും പ്രപഞ്ചത്തിൻ്റെ ഭാഷ വൈബ്രേഷൻ ആണെന്നുമാണ്. എന്നാൽ ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സിനിമ എങ്ങനെ നിർമ്മിക്കാം എന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ വെറും വാക്കുകളല്ല, അവ വ്യക്തമായ ദൃശ്യങ്ങളായി മാറണം. നമ്മളിലെ അകക്കണ്ണ് അഥവാ തേടൈ തുറക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് നമ്മുടെ ലോകമായി മാറുന്നത്. ഈ എപ്പിസോഡ് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കുവാൻ പോകുകയാണ്. ഓഷോയുടെ വിപ്ലവകരമായ ഒരു ദർശനമുണ്ട്. ഭാവന അഥവാ ഇമാജിനേഷൻ എന്നത് വെറുമൊരു സ്വപ്നമല്ല, മറിച്ച് അത് വരാനിരിക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ ആമുഖമാണെന്ന്. പലരും വിചാരിക്കുന്നത് ഭാവന എന്നാൽ വെറുതെ പകൽക്കിനാവ് കാണുക എന്നാണ്. എന്നാൽ ലോ ഓഫ് അട്രാക്ഷനിൽ ഭാവന എന്നാൽ നമ്മുടെ ഭാവിയെ ഇപ്പോൾ തന്നെ ദൃശ്യരൂപത്തിൽ നിർമ്മിക്കുക എന്നതാണ്. ഒരു ശില്പി കല്ലിൽ ശില്പം കൊത്തുന്നതിനു മുൻപ് അയാളുടെ മനസ്സിൽ ആ ശില്പം പൂർത്തിയായി കഴിഞ്ഞിരിക്കും. ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ ചായം തേക്കുന്നതിന് മുൻപ് അയാളുടെ അകക്കണ്ണിൽ ആ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കും. അതുപോലെയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ ശില്പിയാണ്. നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിൽ കാണണം. ആ ദൃശ്യത്തിന് പ്രപഞ്ചത്തിൻ്റെ കാന്തിക ശക്തിയെ ഉണർത്താൻ കഴിയും. നമ്മുടെ 2 കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നത് പുറത്തെ ലോകത്തെയാണ്. എന്നാൽ നമ്മുടെ ഭ്രൂമധ്യത്തിലുള്ള 3ാം കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ആന്തരിക ലോകത്തെയാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പീനിയൽ ഗ്ലാൻഡ് പ്രകാശത്തോട് പ്രതികരിക്കുന്ന ഒന്നാണ്. നമ്മൾ നമ്മുടെ ആഗ്രഹം സഫലമായ രീതിയിൽ കണ്ണടച്ച് ദർശിക്കുമ്പോൾ നമ്മുടെ ശരീരം അത് സത്യമാണെന്ന് വിശ്വസിക്കും. നമ്മുടെ അബോധ മനസ്സ് ദൃശ്യങ്ങളെയും യാഥാർത്ഥ്യത്തെയും തമ്മിൽ വേർതിരിച്ചറിയുന്നില്ല. നമ്മൾ ആവർത്തിച്ചു കാണുന്ന ആ ചിത്രം പ്രപഞ്ചത്തിൻ്റെ ക്യാൻവാസിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചമത് നമ്മുടെ ജീവിതത്തിലേക്ക് ഭൗതികമായി എത്തിക്കാൻ നിർബന്ധിതമാകും. ദർശനങ്ങളുടെ ആഴമാണ് നമ്മുടെ വിജയത്തിൻ്റെ വേഗത നിശ്ചയിക്കുന്നത്.
ബോധോദയം എന്നാൽ നമുക്കുള്ളിലെ ഇരുട്ടുമാറി വെളിച്ചം വരിക എന്നാണ്. ആ വെളിച്ചത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ടാകും. നമ്മളിവിടെ മനസ്സിലാക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ വെറും വാക്കുകളല്ല, അവ നിറങ്ങളും ശബ്ദങ്ങളും ഗന്ധങ്ങളുമുള്ള ഒരു സിനിമയായി മാറണമെന്നാണ്. നമുക്ക് മുല്ലാ നസറുദ്ദീന്റെ മനോഹരമായ ഒരു കഥയിലൂടെ എങ്ങനെ ഒരു വീട് പണിയുന്നതിന് മുൻപ് അത് അനുഭവിക്കാമെന്ന് നമുക്ക് പഠിക്കാം. മുല്ലയുടെ ആ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കും ചിരി വരും, ഒപ്പം വലിയൊരു ബോധോദയവും ലഭിക്കും. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത് ഒരു കാര്യം കയ്യിൽ കിട്ടിയാൽ മാത്രം വിശ്വസിക്കാമെന്ന് കരുതുന്നത് കൊണ്ടാണ്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ നിയമം നേരെ തിരിച്ചാണ്. ആദ്യം വിശ്വസിക്കുക, പിന്നെ ദർശിക്കുക. അപ്പോൾ അത് നമ്മിലേക്ക് എത്തുമെന്നാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ മുല്ലാ നസറുദ്ദീനെയാണ്. മുല്ലയുടെ ഈ വിചിത്രമായ പ്രവൃത്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന ദർശനത്തിന്റെ ശക്തി എന്താണെന്ന് നോക്കാം നമുക്ക്. ഒരിക്കൽ മുല്ലാ നസറുദ്ദീൻ കാട് പിടിച്ചു കിടക്കുന്ന വലിയൊരു പറമ്പിൽ നിൽക്കുകയായിരുന്നു. കയ്യിലൊരു അളവുകോലുമുണ്ട്. മുല്ല ഓരോ ഭാഗവും വളരെ കൃത്യമായി അളക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വായുവിൽ കയ്യിൽ ചലിപ്പിച്ച് എന്തൊക്കെയോ നിർമ്മിക്കുന്നത് പോലെ ആംഗ്യം കാണിക്കുന്നുമുണ്ട്. ഇത് കണ്ടുനിന്ന ഒരാൾ ചോദിച്ചു, മുല്ല, എന്തിനാണ് ഈ പാഴ്പ്പറമ്പിൽ വെയിലത്ത് നിന്ന് കഷ്ടപ്പെടുന്നതെന്ന്? ഇവിടെ കല്ലും മണ്ണും മരവും ഒന്നുമില്ലല്ലോ എന്ന്. മുല്ല ശാന്തനായി അയാളെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, കല്ലും മണ്ണും പുറത്തെ ലോകത്ത് വരാൻ സമയമെടുക്കും. പക്ഷെ എൻ്റെ ഉള്ളിൽ ഈ വീടിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ എൻ്റെ പൂമുഖമാണ്. അപ്പുറത്ത് വലിയൊരു അടുക്കളയുണ്ട്. ഇതാ ഈ കാണുന്ന ഭാഗത്ത് മനോഹരമായ പൂക്കളുള്ള ഒരു ഉദ്യാനമുണ്ട്. ഞാനിപ്പോൾ ആ പൂക്കളുടെ മണം ആസ്വദിക്കുകയാണ്. ഞാനിപ്പോൾ ആ ഉദ്യാനത്തിലിരുന്ന് ചായ കുടിക്കുകയാണ്. നിങ്ങൾ കാണുന്നത് വെറും പറമ്പാണ്, പക്ഷെ ഞാൻ കാണുന്നത് എൻ്റെ കൊട്ടാരമാണ്. സുഹൃത്തുക്കളെ, മുല്ല ചെയ്തത് എന്താണെന്ന് നോക്കൂ. ലോകം അയാളെ നോക്കി ചിരിച്ചപ്പോഴും അയാൾ തൻ്റെ അകക്കണ്ണിൽ ആ വീടിനെ ജീവസുറ്റതാക്കി. അയാൾ ആ വീടിൻ്റെ മണം അനുഭവിച്ചു, ചായയുടെ രുചി അനുഭവിച്ചു. ലോ ഓഫ് അട്രാക്ഷനിലെ മാന്ത്രിക വിദ്യ എന്നത് ഇതാണ്. നമ്മുടെ ആഗ്രഹം സഫലമായി എന്ന് നമ്മുടെ അബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തുക എന്നത്. നമ്മൾ 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചൊരു കാര്യം ഭാവനയിൽ കാണുമ്പോൾ പ്രപഞ്ചത്തിനത് തരാതിരിക്കാൻ കഴിയില്ല. ഓഷോ പറയുന്നു, നീ എന്തിനെയാണോ നിന്റെ ഉള്ളിൽ തീവ്രമായി ദർശിക്കുന്നത്, നീ അതായി മാറുമെന്ന്. മുല്ലയുടെ പറമ്പിൽ പിന്നീട് മനോഹരമായ ഒരു വീട് ഉയർന്നു വന്നു. കാരണം ആ വീട് ആദ്യം നിർമ്മിക്കപ്പെട്ടത് മുല്ലയുടെ മനസ്സിലായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ആദ്യം നമ്മുടെ അകക്കണ്ണിൽ തെളിയണം. അവിടെ പണി പൂർത്തിയായെങ്കിൽ പുറത്തെ ലോകത്തത് സംഭവിക്കുമെന്ന് ഉറപ്പാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മൾ കാണുന്ന ഈ ലോകം നമുക്ക് പുറത്തുള്ള ഒരു വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണെന്ന്. എന്നാൽ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് മറ്റൊന്നാണ്. ഒബ്സർവർ ഇഫക്റ്റ് എന്നൊരു പ്രതിഭാസമുണ്ട്. അതായത് ഒരു നിരീക്ഷകൻ ഒരു വസ്തുവിനെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ആ വസ്തു ഒരു പ്രത്യേക രൂപം കൈക്കൊള്ളുന്നതെന്ന്. ലളിതമായി പറഞ്ഞാൽ, നമ്മൾ എന്തിനെയാണോ നോക്കുന്നത് അത് നമ്മുടെ നോട്ടത്തിനനുസരിച്ച് മാറുകയാണ്. നമ്മുടെ തേടൈ തുറന്ന് നമ്മൾ നമ്മുടെ ആഗ്രഹത്തെ നോക്കാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചത്തിലെ ഊർജ്ജകണങ്ങൾ ആ രൂപത്തിൽ ഘനീഭവിക്കാൻ തുടങ്ങും. നമ്മുടെ തലച്ചോറിൻ്റെ മധ്യഭാഗത്ത് ഒരു കടലമണിയോളം വലുപ്പമുള്ള പീനിയൽ ഗ്ലാൻഡ് ഉള്ള കാര്യം ഏവർക്കും അറിയാം. യോഗാശാസ്ത്രത്തിലും മറ്റ് നിഗൂഢ ശാസ്ത്രങ്ങളിലും ഇതിനെ ആജ്ഞാചക്രം അഥവാ തേടൈ എന്നൊക്കെ വിളിക്കുന്നു. ഇവിടെ അത്ഭുതകരമായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്ലാൻഡിനുള്ളിൽ നമ്മുടെ കണ്ണുകളിലുള്ളതുപോലെ തന്നെയുള്ള പ്രകാശഗ്രാഹികളായ കോശങ്ങളുണ്ട് എന്നതാണ്. അതായത് നമ്മൾ കണ്ണടച്ചൊരു കാര്യം ഭാവനയിൽ കാണുമ്പോൾ നമ്മുടെ ഈ അകക്കണ്ണ് ആ ദൃശ്യത്തെ സത്യമായി തന്നെ ദർശിക്കും.
നമ്മളൊരു ചിത്രം ആവർത്തിച്ചു കാണുമ്പോൾ നമ്മുടെ ശരീരം അത് യാഥാർത്ഥ്യമാണെന്ന് കരുതി പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മൾ നമ്മളെ ഒരു വിജയയായി ദർശിക്കുമ്പോൾ നമ്മുടെ കോശങ്ങളിലെ DNA പോലും ആ വിജയത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റം വരുത്തും. അവിടെ നമ്മുടെ ഉള്ളിൽ തെളിയുന്ന ആ സിനിമയാണ് നമ്മുടെ പുറത്തെ ലോകത്തെ നിർമ്മിക്കുന്നത്. അഷ്ടവക്ര ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, യഥാ ദൃശ്യം തഥാ ജഗത് എന്ന്. അതായത് ദൃശ്യം എങ്ങനെയോ അങ്ങനെയുണ്ട് ജഗത്ത് എന്ന്. നമ്മൾ ലോകത്തെ ദരിദ്രമായി കണ്ടാൽ ജഗത്ത് നമുക്ക് ദരിദ്രമായിരിക്കും. നമ്മൾ നമ്മളെ തന്നെ ഒരു പരമാധികാരിയായി കണ്ടാൽ ജഗത്ത് നമുക്ക് മുന്നിൽ കീഴടങ്ങും. അഷ്ടവക്രൻ ജനക മഹാരാജാവിനോട് പറഞ്ഞത്, നീ നിന്നെ തന്നെ ഒന്ന് ദർശിക്കൂ എന്നാണ്. ഓഷോ ഈ ഭാഗം വിവരിക്കുമ്പോൾ പറയുമായിരുന്നു, നിങ്ങളുടെ ഉള്ളിൽ ഒരു മാന്ത്രിക ദർപ്പണമുണ്ടെന്ന്. അതിൽ നിങ്ങൾ എന്ത് കാണുന്നുവോ പ്രപഞ്ചം അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമെന്ന്. നമ്മൾ കണ്ണടച്ചിരുന്ന് നമ്മുടെ ലക്ഷ്യങ്ങളെ ദർശിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ക്വാണ്ടം ഫീൽഡിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. അവിടെ വാക്കുകളില്ല, വെറും ചിത്രങ്ങൾ മാത്രമാണ്. ആ ചിത്രങ്ങൾ പ്രപഞ്ചത്തിന്റെ കാന്തിക വലയത്തെ ചലിപ്പിക്കുന്നുമുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നു മുതൽ രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് നിങ്ങളുടെ മൂന്നാം കണ്ണിലൂടെ ഒരു സിനിമ കാണണം. വെറും 5 മിനിറ്റ് മാത്രം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം സഫലമായ ആ നിമിഷം അവിടെയുള്ള നിറങ്ങൾ എത്രത്തോളം വ്യക്തമാക്കാൻ കഴിയുന്നുവോ അത്രത്തോളം വ്യക്തമാക്കുക. നിങ്ങളൊരു കാറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റിയറിംഗിലെ സ്പർശനം പോലും അനുഭവിക്കണം. ഒരു വീടാണെങ്കിൽ ആ ചുവരിലെ തണുപ്പ് നമ്മൾ അനുഭവിക്കണം. ക്വാണ്ടം ഫിസിക്സ് പ്രകാരം നമ്മൾ ആ ദൃശ്യത്തിൽ ലയിക്കുമ്പോൾ ആ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ 100% സാധ്യതയുണ്ട്. നമ്മളാണ് നമ്മുടെ ലോകത്തിൻ്റെ സൃഷ്ടാവ്. ശരി, നമുക്കൊരു ചെറിയ തേടൈ ധ്യാനത്തെ പരിചയപ്പെടാം. ഇത് ചെയ്യാനായിട്ട് കണ്ണുകളടച്ച് നമ്മുടെ 2 പുരികങ്ങൾക്കും മധ്യയിലുള്ള ഈ ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവിടെ ഒരു ചെറിയ പ്രകാശം തെളിയുന്നത് സങ്കല്പിക്കണം. ആ പ്രകാശത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിനിമ പോലെ തെളിയുന്നത് കണ്ടുകൊണ്ടിരിക്കണം. അതിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള ഫീലിങ്ങിലായിരിക്കണം. അവിടെ തെളിയുന്ന ആ ദൃശ്യത്തിൽ നമ്മൾ ലയിച്ചു ചേരണം. നിങ്ങൾ ആ നിർവൃതി അനുഭവിച്ച് കഴിയുമ്പോൾ സാവകാശം കണ്ണുകൾ തുറന്ന് തിരികെ വരാവുന്നതാണ്. നമ്മൾ സാധാരണയായി വിചാരിക്കുന്നത് യാഥാർത്ഥ്യം പുറത്താണെന്നും ഭാവന ഉള്ളിലാണെന്നുമാണ്. എന്നാൽ ഓഷോ പറയുന്നു, ലോകം നിനക്ക് ചുറ്റുമല്ല, നിന്റെ ഉള്ളിലാണെന്ന്. നമ്മൾ കണ്ണടച്ച് കാണുന്ന ഒരു ചിത്രം നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു അനുഭവം, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലോകത്തെ സൃഷ്ടിക്കുന്നത്. ഭാവന എന്നത് വെറുമൊരു മാനസിക വ്യായാമമല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ ഊർജത്തെ ഒരു രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ്. നമ്മൾ കാണുന്ന സ്വപ്നത്തിന് നമ്മളുടെ ശ്വാസത്തിന്റെ ചൂടുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിൽ പിറവിയെടുക്കാൻ നിർബന്ധിതമാകും. എന്നെ കേൾക്കുന്ന പലരും വിചാരിക്കുന്നുണ്ടാവാം, ഞാൻ ചോദിക്കാറുണ്ട് ഈ പ്രപഞ്ചത്തോട്, ഞാൻ കാണാറുമുണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന്. അതിൻ്റെ കാരണം നിങ്ങളുടെ ദർശനം വെറുമൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പോലെയാണ് എന്നതാണ്. അതിൽ ജീവനില്ല. ഒരു ദർശനം യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെയും ഉൾപ്പെടുത്തണം. നമ്മളൊരു ലക്ഷ്യം കാണുമ്പോൾ അതിൽ നിറങ്ങൾ മാത്രം കണ്ടാൽ പോരാ, അവിടുത്തെ ശബ്ദം കേൾക്കണം, അവിടുത്തെ ഗന്ധത്തെ പോലും നമ്മൾ അനുഭവിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന ആ വിജയം കൈവരിക്കുമ്പോൾ, ആരെങ്കിലും നമുക്ക് കൈ തരുമ്പോൾ ആ സ്പർശനത്തിന്റെ തണുപ്പും ചൂടും നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടണം. നമ്മുടെ അബോധ മനസ്സിന് ഭാവനയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. നമ്മളത് അത്രമേൽ തീവ്രമായി അനുഭവിക്കുമ്പോൾ പ്രപഞ്ചം ആ നിമിഷം തന്നെ അത് നമുക്കായി നിർമ്മിക്കാൻ തുടങ്ങും. ഒരിക്കൽ മുല്ലാ നസറുദ്ദീൻ തൻ്റെ അടുക്കളയിൽ ഒന്നുമില്ലാതെ വായുവിൽ കൈകൾ ചലിപ്പിച്ചെന്തോ കഴിക്കുന്നത് പോലെ ഇരിക്കുകയായിരുന്നു. സുഹൃത്ത് ചോദിച്ചു, മുല്ല, പാത്രത്തിൽ ഒന്നുമില്ലല്ലോ, നിങ്ങൾ എന്താണ് ഈ കഴിക്കുന്നത്?
മുല്ല കണ്ണുകൾ തിളക്കിക്കൊണ്ട് പറഞ്ഞു, സുഹൃത്തെ, ഞാനിപ്പോൾ കഴിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായ ബിരിയാണിയാണ്. എനിക്കതിൻ്റെ മണം അനുഭവപ്പെടുന്നുണ്ട്. ആ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രുചി എൻ്റെ നാവിൽ അറിയുന്നുണ്ട്. എൻ്റെ വയറിപ്പോൾ നിറയുകയാണ്. സുഹൃത്ത് ചിരിച്ചു. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ അവിചാരിതമായി മുല്ലയുടെ ഒരു അയൽവാസി വലിയൊരു പാത്രം ബിരിയാണിയുമായി മുല്ലയുടെ വാതിക്കലെത്തി. മുല്ലയുടെ ചെയ്തത് എന്താണെന്ന് നോക്കൂ. അയാൾ ആ രുചി തൻ്റെ കോശങ്ങളിൽ വരെ അനുഭവിച്ചു. ആ തീവ്രമായ ഭാവനയാണ് പ്രപഞ്ചത്തിലെ ആ ഊർജത്തെ ബിരിയാണിയായി മുല്ലയുടെ വാതിക്കലെത്തിച്ചത്. നമ്മുടെ ഭാവനയ്ക്ക് എത്രമാത്രം തീവ്രതയുണ്ടോ എങ്കിൽ പ്രപഞ്ചം നമുക്ക് മുന്നിൽ വഴിമാറും. ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും വലിയ ശക്തി വിഷ്വലൈസേഷനാണ്. ഓരോ ദിവസവും കുറച്ചു സമയം നമ്മൾ നിശബ്ദമായി ഇരിക്കുക. നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതൊരു സിനിമ പോലെ നമ്മുടെ ഉള്ളിൽ പ്ലേ ചെയ്യണം. നമ്മൾ സന്തോഷവാനായിരിക്കുന്നതും ആളുകൾ നമ്മളെ അഭിനന്ദിക്കുന്നതും നമ്മുടെ ബാങ്ക് ബാലൻസ് ഉയരുന്നതും വ്യക്തമായി കാണുക. ഓർക്കുക, പരാതി പറയുന്ന കണ്ണുകൾക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയില്ലെന്ന്. എന്നാൽ ഭാവനയുടെ ചിറകുള്ളവർക്ക് ആകാശത്തോളം ഉയരാൻ കഴിയും. ഇനി നമ്മൾ നമ്മുടെ ദർശനങ്ങൾ എങ്ങനെ ഒരു വിഷൻ ബോർഡ് വഴി ഉറപ്പിക്കാമെന്ന് നമ്മൾ പഠിക്കും. അതുവരെ ഈ സ്വപ്ന ലോകത്ത് നമുക്ക് വസിക്കാം. നമുക്കൊരു ചെറിയ ഇന്ദ്രിയ ധ്യാനത്തെ കൂടി പരിചയപ്പെടാം. കണ്ണുകളടച്ച് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാകേണ്ട ഒരിടത്ത് നമ്മൾ നിൽക്കുന്നതായി സങ്കല്പിക്കണം. അവിടുത്തെ വായുവിൻ്റെ തണുപ്പ് അനുഭവിച്ചു കൊണ്ടിരിക്കുക. ദൂരെ നിന്ന് കേൾക്കുന്ന സംഗീതത്തെ ശ്രദ്ധിക്കണം. നിങ്ങൾ നേടിയ ആ വിജയത്തിൻ്റെ മണം നിങ്ങളുടെ ശ്വാസത്തിൽ നിറയണം. ആ സന്തോഷത്തിൽ ആവശ്യമായ സമയമത്രയും ലയിച്ചിരിക്കുക. നമ്മൾ പലപ്പോഴും ഒരു കാര്യം ആഗ്രഹിക്കും, പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അത് മറന്നു പോകും. നമ്മുടെ മനസ്സെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ബോധമനസ്സിനും അബോധമനസ്സിനും എപ്പോഴും കാണത്തക്ക രീതിയിൽ വെക്കുക എന്നതാണ് ലോ ഓഫ് അട്രാക്ഷനിലെ അടുത്ത ഘട്ടം. ഒരു കപ്പിത്താന് കടലിൽ ദിശയറിയാൻ വേണ്ടി ഒരു മാപ്പ് വേണ്ടതുപോലെ തന്നെ നമ്മുടെ ജീവിതമാകുന്ന കപ്പലിന് ഒരു വിഷൻ ബോർഡ് അഥവാ സ്വപ്നങ്ങളുടെ ഭൂപടം ആവശ്യമാണ്. നമ്മൾ എപ്പോഴും എന്തിനെയാണോ നോക്കുന്നത്, നമ്മുടെ മനസ്സറിയാതെ തന്നെ ആ ദിശയിലേക്ക് നമ്മെ നയിക്കാൻ തുടങ്ങും. ഒരിക്കൽ മുല്ല നസറുദ്ദീൻ തൻ്റെ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. പക്ഷെ കഴുത ഒട്ടും നടക്കാൻ തയ്യാറല്ല. മുല്ല എത്ര അടിച്ചിട്ടും കഴുത അനങ്ങുന്നില്ല. മുല്ല ഉടനെ ഒരു ബുദ്ധി പ്രയോഗിച്ചു. ഒരു നീളമുള്ള വടിയുടെ അറ്റത്ത് ഒരു പുതിയ ക്യാരറ്റ് കെട്ടിത്തൂക്കി. അത് കഴുതയുടെ കണ്ണിന് തൊട്ടു മുൻപിൽ പിടിച്ചു. ആ ക്യാരറ്റ് കിട്ടാനായി കഴുത നടക്കാൻ തുടങ്ങി. ക്യാരറ്റ് മുന്നോട്ട് പോകുന്തോറും കഴുതയും മുന്നോട്ട് നടന്നു. നോക്കി നിൽക്കെ മുല്ല തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഒരാൾ ചോദിച്ചു, മുല്ല, ആ ക്യാരറ്റ് കഴുത കഴിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ അത് നടന്നു? മുല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിന് ക്യാരറ്റ് കഴിക്കേണ്ടി വന്നില്ല. ആ ക്യാരറ്റിന്റെ ദൃശ്യം അതിൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് ലക്ഷ്യത്തിലേക്ക് നടന്നതെന്ന്. സുഹൃത്തുക്കളെ, നമ്മുടെ വിഷൻ ബോർഡ് ആ ക്യാരറ്റ് പോലെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന വീടിൻ്റെ ചിത്രം, നമ്മൾ ആഗ്രഹിക്കുന്ന ബാങ്ക് ബാലൻസിൻ്റെ ചിത്രം, നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തിൻ്റെ ചിത്രം, ഇതെല്ലാം നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. ആ ദൃശ്യം നമ്മുടെ അബോധ മനസ്സിനെ പ്രചോദിപ്പിക്കുകയും ലക്ഷ്യത്തിലേക്ക് നമ്മളെ നടത്തുകയും ചെയ്യും. ഓഷോ പറയുന്നു, നീ എന്തിനെ സ്നേഹിക്കുന്നുവോ നീ അതായി തീരുന്നുവെന്ന്. നമ്മളൊരു രോഗത്തെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമെങ്കിൽ നമ്മുടെ ശരീരം ആ രോഗത്തെ നിലനിർത്തും. എന്നാൽ നമ്മൾ ആരോഗ്യവാനായിരിക്കുന്ന ഒരു ചിത്രം എപ്പോഴും നമ്മുടെ മനസ്സിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ കോശങ്ങൾ ആ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരും. നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഫോണിൻ്റെ വാൾപേപ്പറിലോ നമ്മുടെ സ്വപ്നങ്ങളുടെ ചിത്രങ്ങൾ വയ്ക്കാം. നമ്മൾ അറിയാതെ തന്നെ ആ ചിത്രങ്ങൾ നമ്മുടെ വൈബ്രേഷനെ മാറ്റും. ഇത് വെറുമൊരു കളിയല്ല, ഇത് നമ്മുടെ അബോധ മനസ്സിനെ പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധിയിലേക്ക് ട്യൂൺ ചെയ്യുന്ന വിദ്യയാണ്. നമ്മൾ എന്തിനെ കാണുന്നുവോ അതിനെ നമ്മൾ ആകർഷിക്കുകയാണ്.
ലോകത്തിലെ ഏറ്റവും മികച്ച കായിക താരങ്ങളെല്ലാം ചെയ്യുന്ന ഒന്നാണ് മെന്റൽ റിഹേഴ്സൽ. അവർ കളിക്കളത്തിൽ ഇറങ്ങുന്നതിനു മുൻപ് 1000 തവണ തങ്ങൾ വിജയിക്കുമെന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടാകും. നമ്മളും അത് ചെയ്യണം. ഒരു അഭിമുഖത്തിന് പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരു വലിയ കാര്യം ചെയ്യുന്നതിന് മുൻപ്, അത് ഏറ്റവും മികച്ച രീതിയിൽ നടക്കുന്നത് നമ്മൾ അകക്കണ്ണിൽ കാണണം. ആളുകൾ നമ്മളെ അഭിനന്ദിക്കുന്നത് കേൾക്കണം. ആ വിജയത്തിന്റെ ആവേശത്തിൽ നമ്മുടെ ശരീരം വിറയ്ക്കുന്നത് നമ്മൾ അനുഭവിക്കണം. ആ വൈബ്രേഷൻ നമ്മുടെ ചുറ്റും ഒരു കാന്തിക വലയം തീർക്കും. അപ്പോൾ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി മാറാൻ തുടങ്ങും. നമ്മളാണ് നമ്മുടെ ജീവിതത്തിന്റെ സംവിധായകൻ. നമുക്കൊരു ചെറിയ ദർശന ധ്യാനത്തെ കൂടി പരിചയപ്പെടാം. കണ്ണുകളടച്ച് നമ്മുടെ മുന്നിൽ ഒരു വലിയ വെളുത്ത തിരശീലയെ സങ്കല്പിക്കണം. അതിൽ നമ്മുടെ ജീവിതത്തിലെ 3 ആഗ്രഹങ്ങളുടെ ചിത്രങ്ങൾ ഓരോന്നായി തെളിയുന്നത് കണ്ടുകൊണ്ടിരിക്കണം. ആ ചിത്രങ്ങൾ വളരെ തെളിച്ചമുള്ളതും കളർഫുള്ളുമായിരിക്കണം. ശേഷം പറയുക, ഇതാ എൻ്റെ ജീവിതമെന്ന് അഭിമാനത്തോടുകൂടി പറയണം. ശേഷം ആ ചിത്രങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുക. ആ ആനന്ദത്തോടുകൂടി കണ്ണുകൾ തുറക്കാം. നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളെ എങ്ങനെ ഒരു വിഷൻ ബോർഡ് വഴി ഉറപ്പിക്കാമെന്ന് പഠിച്ചു. എന്നാൽ ഇതിൻ്റെ എല്ലാം പരമമായ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഓഷോ പറയുന്നത്, നീ എന്തിനെ ദർശിക്കുന്നുവോ നീ അതായി മാറുന്നുവെന്നാണ്. നോക്കൂ, കാഴ്ചക്കാരനും കാഴ്ചയും തമ്മിലുള്ള അകലം ഇല്ലാതാകുന്ന നിമിഷത്തിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ ആഗ്രഹം സഫലമായ ആ ചിത്രം വെറുമൊരു സിനിമയല്ല, അത് നമ്മുടെ ആത്മാവിൻ്റെ ഭാഗമായി മാറണം. നമ്മൾ ആ ചിത്രത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം നമ്മിലൂടെ ആ ദൃശ്യത്തെ ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കും. ഒരിക്കൽ നമ്മുടെ മുല്ല നസറുദ്ദീൻ അതീവ ദാരിദ്ര്യത്തിലായിരുന്നു. വീട്ടിൽ കഴിക്കാനൊന്നുമില്ല. മുല്ല ഒരു പാത്രത്തിൽ വെറും വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ച് എന്നിട്ടൊരു തവി കൊണ്ട് അതിങ്ങനെ ഇളക്കാൻ തുടങ്ങി. അയൽവാസി വന്ന് ചോദിച്ചു, മുല്ല, ആ പാത്രത്തിൽ വെറും വെള്ളമല്ലേ ഉള്ളൂ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? മുല്ല കണ്ണുകളടച്ച് ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തെ, ഞാനിതിൽ ലോകത്തിലെ ഏറ്റവും രുചികരമായ ഇറച്ചിക്കറി ഉണ്ടാക്കുകയാണ്. ഇതിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണമുണ്ട്, ഉപ്പുണ്ട്, നെയ്യുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ രുചി ആസ്വദിക്കുകയാണ്. അയൽവാസി ചിരിച്ചുകൊണ്ട് പോയി. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, അല്പം കഴിഞ്ഞപ്പോൾ ഒരാൾ മുല്ലയുടെ വാതിലിൽ വന്ന് മുട്ടി. അയാൾ ഒരു വലിയ പാത്രം ഇറച്ചിക്കറിയുമായി വന്നിരിക്കുകയാണ്. അയാൾ പറഞ്ഞു, മുല്ല, എനിക്കെന്തോ തോന്നി നിങ്ങൾക്കിത് നൽകണമെന്ന്. മുല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് വരാൻ വൈകിയതാണ് അത്ഭുതം. കാരണം എൻ്റെ ഉള്ളിൽ ഇത് നേരത്തെ തന്നെ തയ്യാറായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, മുല്ലയുടെ ഈ കഥ നോക്കിയാൽ പുറത്തെ ലോകത്ത് ഒന്നുമില്ലാതിരുന്നപ്പോഴും അയാളുടെ അകക്കണ്ണിൽ ആ വിഭവം തയ്യാറായിരുന്നു. ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും വലിയ പാഠം ഇതാണ്: യാഥാർത്ഥ്യം നമ്മളെ തേടി വരുന്നതിനു മുൻപ് നമ്മൾ യാഥാർത്ഥ്യമായി മാറണമെന്ന്. നമ്മുടെ ലക്ഷ്യം സഫലമായതായി നമ്മൾ വിശ്വസിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചം അത് നമ്മുടെ മുന്നിലെത്തിക്കാൻ നിർബന്ധിതമാകും. മുല്ല ആ കറി കഴിക്കുന്നതായി സങ്കല്പിച്ചപ്പോൾ ഉണ്ടായ അതേ വൈബ്രേഷൻ പ്രപഞ്ചത്തിൽ ചലനമുണ്ടാക്കി. നമ്മുടെ ദർശനങ്ങൾക്കും ഈ ശക്തിയുണ്ടെന്നേ. കണ്ണടച്ച് കാണുന്ന ആ ചിത്രം വെറും ഒരു സ്വപ്നമല്ല, അത് വരാനിരിക്കുന്ന നിമിഷത്തിന്റെ വിത്താണ്. അഷ്ടവക്രൻ ജനക മഹാരാജാവിനോട് പറഞ്ഞത് ദൃഷ്ടാസി സർവദാ മുക്ത എന്നാണ്. നീ എപ്പോഴും മുക്തനായ സാക്ഷിയാണെന്ന്. നമ്മൾ നമ്മളെ ഒരു പരാധീനനായി കണ്ടാൽ നമ്മൾ പരാധീനനാണ്. എന്നാൽ നമ്മൾ നമ്മളെ പ്രപഞ്ചത്തിന്റെ ചൈതന്യമായി ദർശിച്ചാൽ നമ്മൾ സർവതന്ത്ര സ്വതന്ത്രനാണ്. ദർശനം എന്നത് വെറും ഭൗതികമായ കാര്യങ്ങൾ നേടാനല്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാനാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥ സമൃദ്ധി ഒഴുകുന്നത്. പ്രിയമുള്ളവരെ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന നമ്മുടെ മഹായാത്രയിലെ 4 എപ്പിസോഡുകൾ നമ്മൾ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഈ 4 ഘട്ടങ്ങളിലും എന്നോടൊപ്പം സഞ്ചരിച്ച എൻ്റെ ദിവ്യബോധമായ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മൾ തുടങ്ങിയത് മനസ്സൊരു കാന്തമാണ് എന്ന തിരിച്ചറിവോടെയാണ്.
2-ാം എപ്പിസോഡിൽ ആഗ്രഹങ്ങളെ വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് പഠിച്ചു. 3-ാം എപ്പിസോഡിൽ വൈബ്രേഷനുകളെ ട്യൂൺ ചെയ്തു. ഇന്ന് 4-ാം എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ അകക്കണ്ണിലൂടെ ഭാവിയെ ദർശിക്കുവാനും പഠിച്ചു. ഈ 4 അറിവുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സമൃദ്ധിയുടെ ഒഴുക്ക് അഥവാ പണവും സ്പിരിച്വാലിറ്റിയും എന്ന വിഷയമാണ്. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ പേടികൾ മാറ്റി എങ്ങനെ സമൃദ്ധിയിലേക്ക് ഒഴുകാമെന്ന് നമ്മൾ പഠിക്കും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ താഴെ കമന്റ് ചെയ്യണം. നിങ്ങളിലെ ആ പരമാത്മാവിനെ ഞാൻ ഒരിക്കൽ കൂടി വന്ദിക്കുന്നു. നന്ദി, നമസ്കാരം.